ബിജെപിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ചേരും. വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും എൻഡിഎ കക്ഷി നേതാക്കളും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് പറയുന്നു. പല പേരുകളും പറഞ്ഞു കേൾക്കുന്നു എങ്കിൽ പോലും അന്തിമ തീരുമാനം സംബന്ധിച്ചുള്ള യോഗമാണോ ഇന്ന് നടക്കുന്നത്? മറ്റു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും കൂടി. ദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബി.ജെ.പിയുടെ പാർലമെന്ററി ബോർഡ്, അതായത് ബി.ജെ.പിയുടെ പരമോന്നത അധികാരമുള്ള ബോഡിയാണ് ഇന്ന് യോഗം ചേരുന്നത്. വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ബി.ജെ.പി എൻ.ഡി.എ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിൻ്റെ കൂടിയാലോചനകൾ നേരത്തെ തന്നെ നടന്നിരുന്നു. അതായത് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായും മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ.പി. നദ്ദയും കൂടിക്കാഴ്ചകളും കൂടിയാലോചനകളും നടത്തിയിരുന്നു. നിലവിൽ എൻ.ഡി.എയുടെ ഘടകകക്ഷികൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അത് ബി.ജെ.പിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബി.ജെ.പി അത് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പൂർണ്ണ പിന്തുണ നൽകും എന്ന തീരുമാനമാണ് എൻ.ഡി.എയുടെ ഘടകകക്ഷികൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ജെ.പി. നദ്ദ, യെദ്യൂരപ്പ, കൂടാതെ കെ ലക്ഷ്മണൻ, സർബാനന്ദ് സോനോവാൾ തുടങ്ങി 11 അംഗ ബോർഡാണ് ഇന്ന് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ദേവിക ചൂണ്ടിക്കാട്ടിയതുപോലെ നിരവധി പേരുകൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും എന്നത് സംബന്ധിച്ച് ഇതിനോടകം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ബി.ജെ.പിയുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. അത്തരത്തിൽ സർപ്രൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴായിരിക്കും ആ തീരുമാനം എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് റിപ്പോർട്ടുകളും നിഗമനങ്ങളും എല്ലാം എത്താറുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത്തരം നിഗമനങ്ങളെയും മാധ്യമ വാർത്തകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സർപ്രൈസ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പാർട്ടി കൂടിയാണ് ബി.ജെ.പി. അതിനപ്പുറത്തേക്ക് തീരുമാനങ്ങൾ പുറത്തു പോകാതെ, ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം നിഗമനങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയിൽ നിന്ന് ഈ തീരുമാനങ്ങളൊന്നും പുറത്തു പോകാതെ സൂക്ഷിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതിൻ്റെ സംഘടനാ സംവിധാനവും അത്തരത്തിൽ തന്നെയാണ്. ഏതായാലും ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ബി.ജെ.പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ള എൻ.ഡി.എയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം അത് ബി.ജെ.പിക്ക് നൽകുകയും ബി.ജെ.പി നൽകുന്ന ഏതൊരു സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കും, നിരുപാധികം പിന്തുണയ്ക്കും, പൂർണ്ണ പിന്തുണ നൽകും എന്ന നിലപാടാണ് എൻ.ഡി.എക്കുള്ളിൽ എടുത്തിട്ടുള്ളത്. ഒപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ മുൻപോട്ട് പോവുകയാണ്. ഇന്ത്യ സഖ്യം എന്നുള്ള രീതിയിലും സമവായത്തിലൂടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ശ്രമിക്കുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം ശരിയല്ല, അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയെ കോൺഗ്രസ് നയിക്കുന്നത് ഗുണകരമല്ല എന്ന അഭിപ്രായം മമതാ ബാനർജിക്കും തൃണമൂലിനും ഉൾപ്പെടെ ചില പാർട്ടികൾക്കുണ്ട്. അതുകൊണ്ട് ആ സമവായ നീക്കം എത്രത്തോളം മുൻപോട്ട് പോകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ എൻ.ഡി.എ ബി.ജെ.പി സഖ്യത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വളരെ എളുപ്പത്തിൽ വിജയിപ്പിച്ചെടുക്കാനുള്ള അംഗബലം നിലവിൽ പാർലമെന്റിലുണ്ട്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. നിലവിലെ അംഗസംഖ്യ പരിശോധിക്കുമ്പോൾ ബി.ജെ.പി എൻ.ഡി.എ സഖ്യം നിർത്തുന്ന സ്ഥാനാർത്ഥി തന്നെ വളരെ സുഗമമായി വിജയിച്ചു കയറും. ഈ മാസം 21-നാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അന്നായിരിക്കും എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അന്നേ ദിവസം ബി.ജെ.പി എൻ.ഡി.എ സഖ്യത്തിലെ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും പ്രധാനപ്പെട്ട നേതാക്കളോടുമെല്ലാം ഡൽഹിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു ശക്തി പ്രകടനത്തോടെയായിരിക്കും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാമനിർദ്ദേശം നൽകുക. 22-നാണ് സൂക്ഷ്മ പരിശോധന. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. അടുത്ത മാസം 9-ന്, അതായത് സെപ്റ്റംബർ 9-നാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാവിലെ 10 മുതൽ 5 വരെ വോട്ടെടുപ്പ് നടക്കും. വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ദേവിക. ശരി, ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ ഉണ്ടോ എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ആ വിവരങ്ങൾ അറിയാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല.